ഇത് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇത്രയും ബീട്രൂട്ടിന്റെ ആവശ്യമില്ല. ഇതിന്റെ ഒരു കാൽഭാഗം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും വേണ്ട കേട്ടോ. ഇതിന്റെ മൂക്ക് ഭാഗമൊക്കെ ഒന്ന് കട്ടാക്കി വേണ്ട. ഇതിന്റെ ഒരു കാൽഭാഗം എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പൊ ബീട്രൂട്ട് വെച്ചിട്ട് പല സൈസ് റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതേപോലെ ചെയ്യാത്തവരുണ്ട്, ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടാവും കേട്ടോ. അപ്പൊ ഇതാ ബീട്രൂട്ടിന്റെ ചോയ ഒട്ടും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഇതേപോലെ തയ്യാറാക്കി എടുക്കാന്ന് വെച്ചാല്. ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് ഇതേപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ ഇതാ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. മിക്സിന്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ മതി, കുറച്ച് മതിയാവേ. ഇത്രയും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 ചുവന്ന ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഒരു തുള്ളി വെള്ളം ഒഴിക്കുക കേട്ടോ. നല്ലോണം ക്രഷ് ചെയ്ത് ഒന്ന് ചമ്മന്തി പോലെ നമുക്കായി കിട്ടും. ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് വെക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതിയാവേ, കൂടി പോകാൻ പാടില്ല. ഇത് അടിച്ചെടുക്കാം. അതാ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആക്കിണ്ടേ. ഇതേപോലെയാണ് കിട്ടുന്നത്. നല്ലോണം ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ നല്ലോണം ചമ്മന്തിന്റെ ആ ഒരു ടേസ്റ്റ് വരുമല്ലോ, ആ ഒരു ടേസ്റ്റ് വരുന്നത് വരെ അടിച്ചെടുക്കാം. ഇതേപോലെ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് എന്താക്കാം, നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് ഇതിലേക്ക് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടൂട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് വലിയ വലിയ പീസ് അവിടെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇത് ഒന്നും കൂടി ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒറ്റ അടിക്ക് തന്നെ ഇതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതിയാവേ. ഒന്ന് നല്ലോണം ചൂടായി വന്നോട്ടെ കേട്ടോ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം കുറച്ച് നേരം ഒരു സെക്കൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ എന്ത് കറി വെക്കാന്ന് വെച്ചാലും അതുപോലെ തന്നെ ഉപ്പേരി വെക്കാന്ന് വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കാം കേട്ടോ. അതാ ഇതുപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കിട്ടോ. അതാ ഇതിങ്ങനെ തന്നെ പൊട്ടി വരട്ടെ. നമ്മൾ വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി വലിയുള്ളി ഞാൻ എടുത്തിട്ടാ. ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് വരുവാൻ. ഇത് അത്യാവശ്യം ഒന്ന് കളർ നല്ലോണം മാറണം കേട്ടോ. എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ചെയ്യുന്നതിന്. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇത്രയും കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കിയാൽ ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മുട്ട ഇഷ്ടമല്ലാത്ത കൂട്ടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമ്മൾ ഉപ്പേരി കാക്കുന്നില്ലേ അതുപോലെ മാറ്റി.
ഇതുപോലെ നല്ലോണം വറുത്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ആ ഒരു ചമ്മന്തി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. മുഴുവനായിട്ട് വടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതില് കിടന്നിട്ട് നല്ലോണം അതിൻ്റെ ഒരു പച്ചക്കായ മാറിക്കോട്ടെ കേട്ടോ. അതുവരെ ഒന്നിത് ഇളക്കി കൊടുക്കും. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടാവും കേട്ടോ. കഴിക്കാത്ത കുട്ടികളടക്കം ചോദിച്ച് വാങ്ങി കഴിക്കും. ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. ഈ ഒരു ആവിയിൽ കിടന്നിട്ട് ആ ഒരു ബീട്രൂട്ട് ഒന്ന് വെന്ത് വരണേ. അപ്പൊ അതുവരെ ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കേ. ഇപ്പൊ അത്യാവശ്യം ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം നമ്മള് മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചതാണല്ലോ. നല്ലോണം അരഞ്ഞു പോകരുത് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാത്രമാണ് ഇപ്പൊ ചെയ്യാവൂ. നമ്മളെ അടിപൊളി ഉപ്പേരി ഇവിടെ റെഡിയായി. എഴുതി അറിയിക്കാൻ മറന്നു കേട്ടോ. നമ്മളെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു പറഞ്ഞേ. ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാകും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇതുപോലെ ചെയ്തിട്ട് കഴിക്കാത്തതിന്റെ ചെയ്ത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഇത് ചെയ്ത് നോക്ക്. അടുത്ത ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം.